വീണ്ടും സുപ്രഭാതം, വീണ്ടും TFTയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ക്രൂശിൽ രണ്ട് കാര്യങ്ങൾ നടന്നത്. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ, യാഗത്തിൽ കൂടെ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. വിശ്വസിക്കുന്നവരുടെ കേട്ടോ. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചുകൊണ്ട് ലോകത്തിലെ മുഴുവൻ മനുഷ്യൻ്റെ പാപം മോചിക്കപ്പെടത്തില്ല. യേശു ക്രിസ്തു ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് യാഗമായത്. സകല പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നാണ് യോഹന്നാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ അത് വിശ്വാസത്താലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്നത്. പലരുടെയും വിചാരം ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങ് വന്നോളൂ എന്നുള്ളത്. നോ, ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചുകൊണ്ടൊന്നും ഇത് ഓട്ടോമാറ്റിക്കലി വരത്തില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ നമ്മൾ കർത്താവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ഞാൻ പറയണം, കർത്താവേ, അങ്ങൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും എൻ്റെ നീതീകരണത്തിനായിട്ട് ഉയർത്തെഴുന്നേറ്റെന്നും ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇനി പാപിയല്ല, അങ്ങ് എൻ്റെ രക്ഷകനാണ്, എൻ്റെ നാഥനാണ്. അങ്ങനെ ഹൃദയപൂർവ്വം കർത്താവിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് ഏറ്റുപറയുമ്പോഴാണ് വീണ്ടും ജനം നടക്കുന്നത്. ഇതൊന്നുമില്ല, ചുമ്മാ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരിടത്ത് പോയി നമ്മളിങ്ങനെ നിന്ന് കൊടുക്കുക. അവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്നവർ എന്തെല്ലാമോ പറയുന്നു, നമ്മളിങ്ങനെ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നു. നിങ്ങൾ വേണം ചെയ്തു, ഞാൻ എൻ്റെ എല്ലാം ബെനിഫിറ്റ് എടുത്തത്. കർത്താവരംഗത്തില്ല. ഓക്കെ, അപ്പോൾ ക്രൂശിൽ രണ്ട് കാര്യം നടന്നു. ഒന്ന്, നമ്മുടെ പാപങ്ങൾക്ക് യേശുക്രിസ്തു പരിഹാരം ചെയ്തു. നമുക്കറിയാം, വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ ദൈവം മോചിക്കും. അതേ ക്രൂശിൽ നടന്ന രണ്ടാമത്തെ കാര്യമാണ്, പിതാവായ ദൈവം ചെയ്തൊരു കാര്യമാണ്. നമ്മുടെ ജഡത്തെ, ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഫ്രൂട്ടിനെ ഡീൽ ചെയ്യാൻ നോക്കുന്നു എന്ന് പറഞ്ഞാൽ പാപങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഡീൽ ചെയ്യാൻ നോക്കുന്നു. പാപം എന്ന് പറയുന്നത് ഫ്രൂട്ടാണ്, വെറും ഫലങ്ങളാണ്. റൂട്ടെന്ന് പറയുന്നതാണ് ജഡം. നമ്മുടെ ആദാമിൽ നിന്നും നമ്മൾ സ്വീകരിച്ച ആദാമ്യ സ്വഭാവം, അല്ലെങ്കിൽ നമ്മളുടെ പഴയ മനുഷ്യൻ, ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവില്ലാതെ നമ്മുടെ ദേഹവും ദേഹിയും കൂടെ ചേരുന്നതാണ് ജഡം. ജഡം എന്ന് പറയുമ്പോൾ ഈ ഫ്ലഷ് മാത്രമല്ല കേട്ടോ. ദേഹവും ദേഹിയും, നമ്മുടെ ബോഡിയും നമ്മുടെ സോളും കൂടെ ചേരുന്നു. പരിശുദ്ധാത്മാവ് മാറി നിൽക്കുക, അതാണ് ജഡം. അതാണ് ഈ നാശത്തിന് മുഴുവൻ കാരണം. നമ്മളെ പഴയ മനുഷ്യൻ, ആദാമിൽ നമ്മൾ സ്വീകരിച്ച പാപം നിറഞ്ഞ സ്വഭാവം. അപ്പോൾ പിതാവായ ദൈവം എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചു. അതാണ് വചനം പറയുന്നത്, യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രൂശിക്കുമെന്നോ ക്രൂശിക്കണമെന്നോ അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമായിട്ടല്ല പറയുന്നത്. പിതാവായ ദൈവം ഡിക്ലെയർ ചെയ്യാണ്, നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അന്ന് യേശുക്രിസ്തു ക്രൂശിൽ യാഗമായപ്പം നമ്മളും അതിലുണ്ടായിരുന്നു. നമ്മളെയും പിതാവായ ദൈവം ഇൻക്ലൂഡ് ചെയ്ത്, അത് പിതാവ് എവരിതിങ് ഈസ് പോസിബിൾ. അപ്പം അങ്ങനെ എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ബൈ ഫെയ്ത്ത് വി ആക്സെപ്റ്റ് ഇറ്റ്. ഞാനങ്ങനെ വിശ്വസിച്ചു, ഞാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ പിതാവായ ദൈവം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിലെ പഴയ മനുഷ്യനെ അതിൻ്റെ രാഗമോഹങ്ങളോടെ അവിടെ ക്രൂശിച്ചു. അപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത്? ഞാൻ ഇതിന് ആമേൻ പറയും. ഇത് വായിക്കുമ്പോൾ, ഓ യെസ്, മൈ ഫ്ലഷ് വാസ് ക്രൂസിഫൈഡ്. ആരാ പറയുന്നത്? പിതാവായ ദൈവം. പിതാവായ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ പറയാം, എന്നിട്ട് ഞാനിപ്പോഴും പാപം ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ടായിരിക്കാം, പക്ഷേ ആദ്യമേ അപ്പം നമുക്ക് എപ്പോഴും നമ്മളെപ്പോഴും നോക്കും നമ്മുടെ എക്സ്പീരിയൻസ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ പാപം ചെയ്യില്ലായിരുന്നല്ലോ, ഞാൻ വേറൊരു അവസ്ഥയിലാണ്ടായിരുന്നല്ലോ, കാരണം ഞാനത് അനുഭവിക്കുന്നില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മളിത് തിരിച്ചറിഞ്ഞിട്ടില്ല. എത്ര പേർക്ക് തിരിച്ചറിയാം നമ്മുടെ ഫ്ലഷ് ജഡം ക്രൂശിക്കപ്പെട്ടാണ്? എല്ലാവരും പറയും, അല്ലല്ല പലരും ഇടയ്ക്കിടയ്ക്ക് കത്തിച്ചു വിടുന്ന എൻ്റെ ജഡം ക്രൂശിക്കപ്പെട്ട. പക്ഷേ ജീവിതത്തിലോട്ട് നോക്കുമ്പോൾ അങ്ങനെ കാണാറില്ല. അത് രണ്ട് കാര്യം. ഒന്ന്, ഇത് നമ്മൾ വിശ്വാസത്താൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. കാരണം പറഞ്ഞിരിക്കുന്ന പിതാവായ ദൈവം. നമ്മുടെ ഒരു ഫീലിങ്ങോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്നും അതിന് ബാധകമല്ല. എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ. ഇപ്പം 2-3 പേർ എൻ്റെ നാമത്തിലൂടെ കൂടിയാലും ഞാൻ നിങ്ങളുടെ മധ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു പ്രയർ മീറ്റിംഗ് ഇപ്പോൾ 2 പേരുള്ള 3 പേരുള്ള വിചാരിക്കുക. ചിലപ്പോൾ അപ്പം നമ്മൾ ഇത് പറയും, നമ്മളെല്ലാം 2-3 പേരുണ്ട്, കർത്താവുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ അത് അനുഭവിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം അനുഭവിക്കാൻ നോക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു കുളിർമ പോരുക, അല്ലെങ്കിൽ ഒരു കറണ്ട് അടിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു കുളിര് പോരുക, ഇങ്ങനെയൊക്കെ. അങ്ങനെ അനുഭവിക്കുന്നത് തെറ്റൊന്നുണ്ടെന്നല്ല പറഞ്ഞത്. എപ്പോഴും അങ്ങനെ അനുഭവിക്കണമെന്നില്ല. അനുഭവിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലെന്നല്ല. കാരണം കർത്താവിന് വാക്ക് മാറാൻ പറ്റത്തില്ല, അത് വിശ്വസിക്കും. കർത്താവിൻ്റെ വചനം നമ്മൾ വിശ്വസിക്കും. അതാ വചനം പറയുന്നത്, കർത്താവ് ഉണ്ടെന്ന്, കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നവർ കർത്താവ് ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം കൊടുക്കുന്നതുമാണെന്ന് വിശ്വസിക്കേണ്ടതാവും. എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വിശ്വസിക്കണം. കർത്താവ് പറഞ്ഞ് 2-3 പേര് കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്.
നമ്മൾ ശരീരം കൊണ്ട് അനുഭവിച്ചാലും ഇല്ലെങ്കിലും കർത്താവ് അവിടെയുണ്ട്. അങ്ങനെയാണ് ഓരോന്നും വിശ്വാസം എടുക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു പറയുമ്പോൾ നമ്മൾ ചിലപ്പം വലിയ അനുഭവം ഒന്നും ഉണ്ടായി കാണും, ഇപ്പോഴും നമ്മൾ പാപം ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ആദ്യം ഇതൊന്ന് വിശ്വസിക്കുക, കർത്താവ് ഞാനിത് വിശ്വസിക്കുന്നു, എന്നിട്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ, ഞാൻ എന്നെ ആമേൻ പറയുന്നു, അത് അങ്ങനെ തന്നെയാകട്ടെ. കാരണം കർത്താവ് പറഞ്ഞേക്കാം ഇനിയിപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നേ പറ്റത്തുള്ളൂ, സംഭവിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, യേശുക്രിസ്തു രക്ഷിതാവിനെ സ്വീകരിച്ചു. അതാ പറയുന്നത് ദോസ് ഹു ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിനുള്ളവർ എന്ന് പറഞ്ഞാൽ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചവർ, കർത്താവിനോട് ചേരാൻ സ്നാനമേറ്റവർ, അവരെല്ലാം ആ കാറ്റഗറി വരുന്ന. വെദർ ദേ ആർ പെർഫെക്റ്റ്, വെദർ ദേ ആർ നോട്ട് പെർഫെക്റ്റ്, വെദർ ദേ സ്റ്റിൽ സിൻ, ഇപ്പോഴും പാപം ചെയ്യുന്നുണ്ട്, ഇപ്പോഴും പല സ്വഭാവത്തിന് മാറിയിട്ടുണ്ട്, അതൊന്നും അവിടെ വിഷയമായി. അവിടുത്തെ വിഷയം യേശുക്രിസ്തുവിനുള്ളവർ ആണോ, യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചവരാണോ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നോക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മളൊരു ലീഗലിസം, നമ്മൾ അയ്യോ പെർഫെക്റ്റ് ആയില്ലോ അല്ലെങ്കിൽ വിശുദ്ധരായില്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു കുറ്റബോധം, അത് പിശാച് കൊണ്ടിരിക്കാം കേട്ടോ. ബാക്കി അടുത്ത എപ്പിസോഡ് കഥ